ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ആത്മീയത ധ്യാനിക്കാം. ആണ്ടുവട്ടത്തിൻ്റെ 30ാമത്തെ ഞായറാഴ്ച ഇന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ തിരുസഭ പ്രാർത്ഥനയുടെ ആത്മീയതയിലേക്ക് നമ്മെ നയിക്കുന്നു. ഇന്നത്തെ ആദ്യ വായന പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: കർത്താവ് പക്ഷപാതമില്ലാതെ ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രരോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. സത്യത്തിൽ ബലഹീനയുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ മനസ്സാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിലൂടെ നാം കാണുക. ഇന്നത്തെ 2ാമത്തെ വായനയിൽ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ ജീവിതത്തിൻ്റെ ക്ലേശത്തിൻ്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവ് എല്ലാ തിന്മയിൽ നിന്ന് എന്നെ മോചിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമെന്ന് അഭിമാനപൂർവ്വം പറയുന്നു. പ്രാർത്ഥനയുടെ പൂർണ്ണതയിൽ ജീവിക്കുന്നവർക്കാണ് ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാവുക. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുകയോ നൈരാശ്യത്തിൽ വീണുപോകുകയോ ചെയ്തില്ല. കാരണം അദ്ദേഹം പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. നമ്മുടെ വ്യക്തിജീവിതത്തിൽ നാം ഏത് സഹനാനുഭവങ്ങളിലൂടെ കടന്നുപോയാലും നാം പ്രാർത്ഥിക്കുന്നവരെങ്കിൽ നമ്മൾ തീർച്ചയായും നീതീകരിക്കപ്പെടും. ഇന്നത്തെ സുവിശേഷം പ്രാർത്ഥിക്കുന്ന 2 വ്യക്തികളുടെ മനോഭാവത്തെ കാണിക്കുന്നു. ഫരിസേയരും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പോയി. ഫരിസേയൻ ദേവാലയത്തിൻ്റെ ഏറ്റവും മുൻപിൽ വന്ന് കരങ്ങൾ ഉയർത്തി നെഞ്ചു വിരിച്ച് പ്രാർത്ഥിക്കുന്നു: ഞാൻ എത്രയോ നല്ലവനാണ്, ആഴ്ച 2 പ്രാവശ്യം ഉപവസിക്കുന്നു, എൻ്റെ ദശാംശത്തിൻ്റെ ഓഹരി ഞാൻ കൃത്യമായി കൊടുക്കുന്നു, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നുവെന്ന് അഭിമാനത്തോടു കൂടി ദൈവത്തോട് പറയുന്നു. എന്നാൽ അവൻ നീതിരഹിതനായി ദേവാലയം വിട്ടുപോയി എന്നാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുക. ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന മനസ്സോടെ ശിരസ് നമിച്ച് മാറത്തടിച്ച് ചുങ്കക്കാരൻ ഇങ്ങനെ നിലവിളിച്ചു: കർത്താവേ, ഞാനൊരു പാപിയാകിയാൽ എന്നോട് ക്ഷമിക്കണമേ. അവൻ നഷ്ടപ്പെട്ടു പോയ മുഴുവൻ സമാധാനവും വീണ്ടെടുത്ത് സ്വഭവനത്തിലേക്ക് മടങ്ങി. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന നന്മകളെ പ്രഘോഷിക്കുന്ന ഇടങ്ങളല്ല, മറിച്ച് ദൈവ തിരുസന്നിധിയിൽ നമ്മെ തന്നെ വിനീത ദാസരാക്കി സമർപ്പിക്കുന്ന നിമിഷമാണ്. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമായത് എന്തെന്നോ അവൻ ആത്മാർത്ഥതയുടെ നിറവിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഹൃദയം കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ നിരത്തേണ്ടതില്ല. നാം നിഷ്കളങ്ക സ്നേഹത്തോടെ ദൈവത്തിനു മുമ്പിൽ വിനീതരായി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും അവിടുന്ന് ഉത്തരമരുളുകയും ചെയ്യും. പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും ചോദിച്ചു വാങ്ങുന്ന ഇടമല്ല, മറിച്ച് ഒരു സ്നേഹ സംഭാഷണത്തിൻ്റെ ഇടമാണ്. ദൈവവും നാമും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കൂടുതൽ ആഴത്തിൽ ബലപ്പെടുത്തുവാൻ ഭൂമിയിൽ ദൈവം തന്നെ ഒരുക്കിയിരിക്കുന്ന ഇടമാണ് പ്രാർത്ഥന. ഓരോ പ്രാർത്ഥനയും നമ്മിലേക്കും സഹോദരങ്ങളിലേക്കും ദൈവത്തിങ്കിലേക്കും കൂടുതൽ വളരുവാൻ ഉയരുവാൻ നമുക്ക് സാധ്യമാകണം. സഹോദര സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നാം കൂടുതൽ ക്ഷമയോടെ, സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാവുക. സഹോദരങ്ങളുമായി രമ്യതയില്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പരിഹസിച്ച് നാം ജീവിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യമാകാതെ പോകും. യഥാർത്ഥത്തിൽ ഫരിസേയൻ്റെ പ്രാർത്ഥന അപ്രകാരമായിരുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനോഭാവം ക്രിസ്തുവിൻ്റെ മനോഭാവമാകണം. ക്രിസ്തു പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റുവാൻ സ്വയം സമർപ്പിച്ചതുപോലെ നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ദൈവഹിതം നിറവേറ്റുവാൻ നമുക്ക് സാധ്യമാകണം. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നിരന്തരം പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ ബലം യാചിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.